ഡോക്ടർ വളരെ നന്നായി കമ്മ്യൂണിക്കേറ്റ് ചെയ്തെന്നാലും നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും ക്യാൻസർ പകരും എന്നുള്ള തെറ്റിദ്ധാരണ മൂലം രോഗികളെ അകറ്റി നിർത്തുന്ന ആ ഒരു പ്രവണത ഇപ്പോഴും നമ്മുടെ സമൂഹത്തിനിടയിലുണ്ടോ? ക്യാൻസർ പകരുമോ എന്നുള്ളത് എല്ലാവരിലും ഉണ്ടാകുന്ന ഒരു ബേസിക് ക്വസ്റ്റ്യനാണ്. അതുകൊണ്ട് എനിക്കും കൂടി ക്യാൻസർ വരുമോ ഇവരുമായിട്ട് അടുത്ത് പറയും. ഒരു കാരണവശാലും ക്യാൻസർ പകരില്ല. അതിന് ഏറ്റവും വലിയ എക്സാമ്പിൾ ഞാൻ ക്യാൻസർ സർജനാണ്. അപ്പോൾ പലപ്പോഴും ക്യാൻസർ രോഗികളെ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ഈ ക്യാൻസർ പേഷ്യൻസിൻ്റെ ബ്ലഡ് അല്ലെങ്കിൽ ഫ്ലൂയിഡ്സ് നമ്മുടെ കണ്ണിൽ പോലും തെറിക്കേണ്ട അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. പല പ്രൊസീജിയർ ചെയ്യുമ്പോഴൊക്കെ, ചിലപ്പോൾ എമർജൻസി ആയിട്ട് വല്ല പ്രൊസീജിയറൊക്കെ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ കയ്യിലൊക്കെ ആവുന്നുണ്ട്. അങ്ങനെയാണ് നമുക്ക് ക്യാൻസർ വരേണ്ടത്. അങ്ങനെ ഒരിക്കലും ഒരു കാരണവശാലും ക്യാൻസർ പകരില്ല. അത് ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടതാണ്. അതിനേക്കാളും കൂടുതൽ ഈ ഒരു ധാരണയെക്കാളും കൂടുതൽ തെറ്റിദ്ധാരണ പലപ്പോഴും ഉണ്ടാകുന്നത് ക്യാൻസർ എന്ന വിപത്ത് എൻ്റെ കുടുംബത്തിൽ വന്നു എന്നുള്ള വാർത്ത പുറത്തറിഞ്ഞാൽ സമൂഹം എന്നെ അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തെ മാറ്റി നിർത്തുമോ എന്നുള്ള പേടിയാണ്. അതാണ് പലപ്പോഴും ഈ ക്യാൻസർ ചികിത്സയുടെ തടസ്സമായും വരുന്നത്. 2007-09 കാലഘട്ടത്തിൽ അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ, നമ്മുടെ അമൃതയിൽ ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു സ്റ്റഡി നടത്തുകയുണ്ടായി. അത് അമേരിക്കയിലെ ഒരു യൂണിവേഴ്സിറ്റിയായിട്ട് കമ്പൈൻഡായിട്ട് നടത്തിയ സ്റ്റഡിയാണ്. അതിൽ 100 രോഗികളെ നമ്മൾ സെലക്ട് ചെയ്തു. രോഗമുണ്ടെന്ന് അറിഞ്ഞിട്ടും ചികിത്സയ്ക്ക് വരാൻ വൈകിയ 100 രോഗികളെയാണ് നമ്മൾ തിരഞ്ഞെടുത്തത്. എന്തുകൊണ്ട് അവർ ചികിത്സയ്ക്ക് വരാൻ വേണ്ടി വൈകി എന്നുള്ളതായിരുന്നു ചോദ്യം. ആ ഒരൊറ്റ കാര്യം മാത്രമാണ് നമ്മളവിടെ സ്റ്റഡി ചെയ്തത്. അതിൽ നമ്മൾ മനസ്സിലായത് 100-ൽ 50 പേരും, അതായത് പകുതി പേരും സ്വമേധയാ അത് വൈകിപ്പിച്ചതാണ്. കാരണം അവർക്കറിയാമായിരുന്നു സ്തനത്തിലൊരു മുഴയുണ്ട്, അല്ലെങ്കിൽ വയറ്റിലൊരു മുഴയുണ്ട്, ഇത് ക്യാൻസർ ആവാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഇംപ്ലിക്കേഷൻസ്, അതിൻ്റെ പ്രത്യാഘാതങ്ങൾ, എൻ്റെ കുടുംബത്തിലുണ്ടാകുന്ന വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്, ആക്സെപ്റ്റൻസ് എങ്ങനെയായിരിക്കും, അതായത് എൻ്റെ മോളുടെ കല്യാണം നടക്കുമോ, അങ്ങനെയുള്ള പല 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 ആദികളും അവർക്ക് ആ സമയത്ത് വരുന്നുണ്ട്. അതുകൊണ്ട് അവർ ഡിലേ ചെയ്യും. എൻ്റെ മറ്റ് പകുതി പലപ്പോഴും മെഡിക്കൽ പ്രാക്ടീഷണേഴ്സ് തന്നെ കൊടുക്കുന്ന അഡ്വൈസസ് തെറ്റാകുന്നതുകൊണ്ടായിരിക്കാം. അങ്ങനെ പലരും. ഞാൻ പറഞ്ഞു വന്നത് പകുതി പേർക്കും, അത് 50% പേരിലും ഈ ഒരു പേടി, ഒരു ക്യാൻസറിനെ പറ്റിയിട്ടുള്ള പേടി, അത് ചിലപ്പോൾ സ്വന്തമുള്ള പേടിയാവാം, അല്ലെങ്കിൽ സ്വന്തം ഫാമിലിയിൽ നിന്നുള്ള സപ്പോർട്ടിൻ്റെ കുറവാവാം. അങ്ങനെ പല ഫാക്ടേഴ്സും ഉണ്ട്. ഇതിലൊരു അവയർനെസ്സിൻ്റെ ആവശ്യം ശരിക്കുമുള്ളൊരു ഏരിയയാണ്. ക്യാൻസർ ചികിത്സിക്കാൻ പറ്റും, ചികിത്സിച്ച് മാറാൻ പറ്റും എന്നുള്ള മെസ്സേജ് നമ്മൾ സ്പ്രെഡ് ചെയ്താൽ മാത്രമേ ആൾക്കാർ ചികിത്സയ്ക്കോ അല്ലെങ്കിൽ ടെസ്റ്റിങ്ങിനായിട്ട് മുന്നോട്ട് വരത്തുള്ളൂ. പലപ്പോഴും ഈ ക്യാൻസർ രോഗികളെ കൊണ്ടുവരുമ്പോൾ റിലേറ്റീവ്സ് തന്നെ അത് ആ രോഗിയോട് പറയരുത്, ആ രോഗിയിൽ നിന്ന് ആ രോഗ അവസ്ഥയെക്കുറിച്ച് മറച്ചു വെക്കണം എന്ന് ഡോക്ടറോട് ആവശ്യപ്പെടുന്ന പല അവസരങ്ങളും ഉണ്ടല്ലോ. ശരിക്കും നമ്മൾ രോഗിയുടെ അവസ്ഥയെക്കുറിച്ച് പറയേണ്ടതല്ലേ? വെസ്റ്റേൺ കോൺസെപ്റ്റ് പ്രകാരം, അതായത് വിദേശ രാജ്യങ്ങളിൽ രോഗിയോട് നിർബന്ധമായും നമ്മൾ രോഗവിവരം പറഞ്ഞിരിക്കണം. രോഗിക്കറിയാനുള്ള പൂർണ്ണ അവകാശമുണ്ട്. അതേ റൂൾസും റെഗുലേഷൻസും നിയമങ്ങളുമൊക്കെ നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിൽ കുറച്ചുകൂടി വ്യത്യസ്തമാണ്. പലപ്പോഴും പേഷ്യൻസ് ഒരു പാസീവ് റോളായിരിക്കും എടുക്കുന്നത്. എൻ്റെ എല്ലാ കാര്യങ്ങളും മകൻ നോക്കിക്കോളും, അല്ലെങ്കിൽ ഹസ്ബൻഡ് നോക്കിക്കോളും എന്നുള്ള രീതിയിൽ അവർ മാറി നിൽക്കും. അങ്ങനെ ഒരു അവസ്ഥയിൽ പലപ്പോഴും ഞങ്ങൾ ചെയ്യാറുള്ളത് രോഗിയോട് ഏതെങ്കിലും ഒരു രീതിയിൽ ഞങ്ങൾ ചോദിക്കും, നിങ്ങൾക്ക് ഈ അസുഖത്തിനെ പറ്റി അറിയേണ്ടതുണ്ടോ, അല്ലെങ്കിൽ എന്തറിയണം എന്നുള്ളത്. അപ്പോൾ അവർ പലപ്പോഴും അത് എക്സ്പ്രസ് ചെയ്യും. എനിക്ക് അറിയണം ഡോക്ടറെ, മുഴുവനായിട്ടും അറിയണം എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ എന്തായാലും ആ ചികിത്സയ്ക്ക് മുന്നാടിയായിട്ട് ആ കാര്യങ്ങൾ പറയും. പലപ്പോഴും ഈ പറഞ്ഞത് വളരെ ശരിയായിട്ടുള്ളൊരു പോയിൻ്റാണ്. പലപ്പോഴും അവരുടെ അമ്മയ്ക്കാണ് അസുഖമെങ്കിൽ മക്കൾ വന്നിട്ട് പറയും, അമ്മയ്ക്ക് ഇതൊന്നും താങ്ങാനുള്ള ശേഷിയില്ല ഡോക്ടർ, അതുകൊണ്ട് ഞങ്ങളോട് പറഞ്ഞാൽ മതി, അമ്മയോടൊന്നും പറയേണ്ടതാണ്. പക്ഷേ ഈ രോഗിയുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ചികിത്സയുടെ സക്സസ്സിന്, അതായത് ചികിത്സ നല്ല റിസൾട്ട് കിട്ടാൻ വേണ്ടി വളരെ അത്യാവശ്യമുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും നമ്മൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടി വരാറുണ്ട്. ഒരു തവണ ഇതുപോലെ ഒരു സംഭവം ഉണ്ടായിരുന്നു. ഡൽഹിയിൽ വളരെ ഹൈ റാങ്കിലുള്ള IFS ഓഫീസർമാരും IRS ഓഫീസർമാരും ഒക്കെയുള്ള ഒരു മക്കളാണ് വന്നത്, അമ്മയും കൂട്ടി. അമ്മയ്ക്ക് ബ്രസ്റ്റ് ക്യാൻസർ ആയിരുന്നു, കുറച്ച് ലേറ്റ് സ്റ്റേജിലായിരുന്നു വന്നത്. അപ്പോൾ അവർ അകത്ത് വന്നിട്ട് ആദ്യം തന്നെ പറഞ്ഞു, ഡോക്ടർ ഇത് പറയാനേ പാടില്ല, അമ്മയ്ക്കൊന്നും അറിയില്ല, അമ്മ കോളേജ് ടീച്ചറായിരുന്നു, കോളേജ് പ്രൊഫസറായിരുന്നു, റിട്ടയർ ആയതാണ്, ഇപ്പോൾ അമ്മയ്ക്ക് ഇതിനൊന്നും പറ്റി ഒന്നും അറിയില്ല, ഡോക്ടറൊന്നും പറയരുത്. ഞങ്ങളും അത് ആക്സെപ്റ്റ് ചെയ്തു, സംസാരിച്ചു. അത് കഴിഞ്ഞ് അമ്മയെ പുറത്ത് നിർത്തി ട്രീറ്റ്മെൻറ്റൊക്കെ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു അഷ്വർ ചെയ്തു. അപ്പോൾ അവരുടെ അടുത്ത് ഞാൻ ചോദിച്ചു,
ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, അമ്മയ്ക്ക് ഇതിനെപ്പറ്റി അറിയാണോ എന്നുള്ള കാര്യം ഒന്ന് ചോദിക്കട്ടെ എന്ന്. അപ്പോൾ അവർ വളരെ മനസ്സില്ലാതെ സമ്മതിച്ചു. അങ്ങനെ അമ്മയെ അകത്ത് വിളിച്ച് ഇരുത്തി ചോദിച്ചപ്പോഴും അമ്മ പറയുന്നത്, എനിക്ക് എല്ലാം കൃത്യമായിട്ട് അറിയാം, ഈ മക്കളുടെ സമാധാനത്തിന് വേണ്ടിയിട്ടാണ് ഞാനിത് പറയണ്ട എന്ന് വിചാരിച്ചിരിക്കുന്നത്. ഡോക്ടർ ഒരു കാര്യം ചെയ്തു, എന്നോട് പറഞ്ഞു എന്നൊന്നും ഇപ്പോൾ പറയണ്ട, എനിക്കറിയില്ല എന്നുള്ള രീതിയിൽ തന്നെ നിന്നോട്ടെ എന്ന്. അപ്പോൾ ഈ രണ്ട് പാർട്ടിക്കും, ചികിത്സിക്കുന്ന രോഗിക്കും അതേ കൂടെ വന്നിട്ടുള്ള ആൾക്കാർക്കും, രണ്ടുപേരടുത്തും നമ്മൾ കള്ളം പറയേണ്ടി വരുന്നു. ചികിത്സ ഒരു ബുദ്ധിമുട്ടായി വരുന്നു പല സമയത്തും. അപ്പോൾ തന്നെ ഞാൻ അമ്മയോട് പറഞ്ഞു, ഇങ്ങനെയാണ് ഇവർ പറഞ്ഞത്, അവരോട് നമുക്ക് ഒരുമിച്ച് നിന്ന് സംസാരിക്കാം. അപ്പോൾ മക്കളെയും അകത്തേക്ക് വിളിച്ചു വരുത്തി ആ കാര്യം പറഞ്ഞപ്പോൾ അത് ശരിക്കും ഒരു മെൽറ്റിംഗ് ദ ഐസ് ആയിരുന്നു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ എല്ലാ ചികിത്സയും അവർക്ക് വളരെ ഈസി ആയിട്ടായിരുന്നു. മോർഫിൻ കൊടുക്കണോ വേണ്ടിയോ എന്നുള്ള ഇഷ്യൂസൊക്കെ മക്കൾക്ക് നേരിട്ട് തന്നെ ചോദിക്കാം, അമ്മയുടെ ഡോസ് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യണം എന്നുള്ളത്. അത് അന്ന് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പലപ്പോഴും അവർ ഏതോ വേറൊരു വിറ്റമിൻ ഗുളികയാണെന്ന് പറഞ്ഞ് മോർഫിൻ കൊടുക്കേണ്ടി വരും. അങ്ങനെയുള്ള പല പല ബുദ്ധിമുട്ടുകളുണ്ടാവായിരുന്നു. അത് ഈ കമ്മ്യൂണിക്കേഷൻ ഓങ്കോളജിയിൽ അല്ലെങ്കിൽ ക്യാൻസർ ചികിത്സയിൽ വളരെ പ്രാധാന്യമുള്ളൊരു ഫാക്ടറാണ്. ഒരു രോഗിയെ സംബന്ധിച്ചിടത്തോളം ഒരു രോഗമുണ്ട്, ക്യാൻസർ ഉണ്ട് എന്നറിയുക എന്ന് തന്നെ ഏറ്റവും വലിയ ഒരു വിഷമം നിറഞ്ഞ ഒരു കാര്യമാണ്. ഈ നമ്മുടെ സമൂഹത്തിൽ ഒരു ക്യാൻസർ രോഗിക്ക് അഭിമുഖീകരിക്കേണ്ടി വരുന്ന മറ്റ് വെല്ലുവിളികൾ എന്തൊക്കെയാണ്? പലപ്പോഴും അവർ അഭിമുഖീകരിക്കുന്ന ആദ്യത്തെ പ്രശ്നം അത് ആക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആക്സെപ്റ്റൻസിലേക്ക് വരിക എന്നുള്ളതാണ്. പിന്നീടുണ്ടാകുന്നത് ശരിയായ ചികിത്സ ഉറപ്പുവരുത്തുക. അത് രോഗിയുടെ സൈഡിൽ നിന്നും റിലേറ്റീവ്സിൻ്റെ സൈഡിൽ നിന്നും ഡോക്ടറിൻ്റെ സൈഡിൽ നിന്നും 3 ഭാഗത്തു നിന്നും കൂടിയുള്ള ഒരു കൂട്ടായ ശ്രമത്തിലൂടെ അത് നടത്താൻ പറ്റുള്ളൂ. പലപ്പോഴും നമ്മളൊരു സർജറി ചെയ്തു, അത് കഴിഞ്ഞ് പലപ്പോഴും അവർ കരുതുന്നു ഇത് കഴിഞ്ഞു, ഇതിൻ്റെ ചികിത്സ കഴിഞ്ഞു എന്ന് വിചാരിച്ച് വീട്ടിൽ പോയിരിക്കും. അല്ലെങ്കിൽ അവരെ പുറത്താരോടും പറയത്തില്ല, ഇതിൻ്റെ റിസൾട്ടും പറയത്തില്ല. അങ്ങനെ തുടർ ചികിത്സകൾ എടുക്കാതെ വരും. ഈ തുടർ ചികിത്സകളും ക്യാൻസർ തിരിച്ചു വരാതിരിക്കാൻ വളരെ വളരെ ആവശ്യമാണ്. അതുപോലെ തന്നെ തുടർ ഫോളോ അപ്പുകൾ, പേഷ്യൻസിനെ പിന്നീട് നമ്മൾ വീണ്ടും ഒ പിയിൽ ഒരു മാസത്തിലോ അല്ലെങ്കിൽ 2 മാസം കൂടുമ്പോഴോ കണ്ട് അവരുടെ ക്യാൻസർ വന്ന ഭാഗം പരിശോധിച്ച് പ്രോബ്ലമൊന്നുമില്ല എന്ന് ഉറപ്പുവരുത്തുന്നു. വളരെ അത്യാവശ്യമുള്ളൊരു കാര്യമാണ്. അതോടൊപ്പം തന്നെ ഒരു ക്യാൻസർ കണ്ടുപിടിക്കുകയാണെങ്കിൽ അത് ഏത് സ്റ്റേജിലാണെന്ന് നമ്മൾ ചികിത്സിക്കുമ്പോൾ തന്നെ കണ്ടുപിടിച്ച് നിശ്ചയമായിട്ടും അത് ഏത് സ്റ്റേജിലാണെന്ന് തിട്ടപ്പെടുത്തേണ്ടതാണ്. എന്നാൽ മാത്രമേ നമുക്ക് ആ സ്റ്റേജിൽ ഏത് ചികിത്സയാണ് ബെറ്റർ എന്നുള്ളത് ആലോചിക്കാൻ പറ്റുള്ളൂ. പലപ്പോഴും വേറൊരു കാര്യം നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്നത്, മറ്റു വൈദ്യശാഖകൾ ചികിത്സിച്ച് മാറ്റാവുന്ന സ്റ്റേജിലുള്ള ക്യാൻസറുകൾ പോലും പല മെഡിസിൻസും കൊടുത്ത് അതിനെ ആ അസുഖത്തിനെ ഞങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരും എന്നൊക്കെ പറഞ്ഞ് പല മെഡിസിൻസും കൊടുക്കും. അത് അവർ ഈ ക്യാൻസർ എന്നുള്ള ഒരു വിപത്തിനെ അഭിമുഖീകരിക്കുമ്പോൾ ഏത് കച്ചിത്തുരുമ്പ് കണ്ടാലും കയറി പിടിക്കാവുന്നൊരു മാനസികാവസ്ഥയിലായിരിക്കും രോഗിയും കുടുംബാംഗങ്ങളും. അപ്പോൾ അവർ ഉടനെ തന്നെ ഓക്കെ നാട്ടുവൈദ്യമെങ്കിൽ നാട്ടുവൈദ്യം എന്ന് പറഞ്ഞ് സൈഡ് എഫക്ട്സ് ഒന്നുമില്ല എന്ന് പറഞ്ഞ് അങ്ങോട്ട് പോയി ഒരു 2-3 മാസം അവിടെ മെഡിസിൻ കഴിക്കും. അതോടുകൂടി ബ്രസ്റ്റിലെ ഒരു വളരെ നേരത്തുള്ള ഒരു ട്യൂമറാണ്, അത് പുറത്തേക്ക് വരും. അവർ പറഞ്ഞത് അക്ഷരം പ്രതി ശരിയാണെന്നുള്ള രീതിയിൽ പേഷ്യൻറ്റ് വളരെ കോൺഫിഡൻ്റ് ആയിരിക്കും. അപ്പോഴൊക്കെ ഈ ചികിത്സകൻ ഇതിന് റീഅഷുറൻസ് കൊടുത്തുകൊണ്ടിരിക്കും, അത് പുറത്തേക്ക് വന്ന് പോവും എന്നൊക്കെ പറഞ്ഞ്. പക്ഷേ ഈ പുറത്തേക്ക് വരുന്നതിന് ഒപ്പം തന്നെ ഈ അണുക്കൾ ശരീരത്തിലെ മറ്റ് ഭാഗങ്ങളിലൊക്കെ വ്യാപിച്ച് പിന്നീട് ഒരു തവണ നമ്മളെ കാണാൻ എത്തുമ്പോൾ അല്ലെങ്കിൽ ഒരു ഡോക്ടറിനെ കാണാൻ എത്തുമ്പോഴേക്കും ഇത് സ്പ്രെഡ് ചെയ്ത് ഒരു 4ാമത്തെ സ്റ്റേജിലെത്തി ചികിത്സിച്ചിട്ടും കാര്യമില്ല എന്നുള്ളൊരു സ്റ്റേജിലേക്ക് എത്തും. ഒരു പാലിയേറ്റീവ് ട്രീറ്റ്മെൻറ്റ്, സാന്ത്വന ചികിത്സ മാത്രമാണ് പലപ്പോഴും അങ്ങനെയുള്ള രോഗികൾക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ സ്റ്റഡിയിൽ ഒരു 100 പേരിൽ 50 പേര് രോഗിയാണ് ചികിത്സയ്ക്ക് താമസം ഉണ്ടാക്കിയത്. ബാക്കി പകുതിയിൽ ഇത്തരം ആൾക്കാരാണ് ഈ ചികിത്സ വൈകിപ്പിച്ചതെന്നാണ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ളത്. 25% അവർ ചികിത്സ വൈകിപ്പിച്ചിട്ടുണ്ട്. പാലിയേറ്റീവ് കെയർ എന്ന് പറഞ്ഞല്ലോ, എന്താണ് പാലിയേറ്റീവ് കെയർ എന്ന് ഉദ്ദേശിക്കുന്നത്? പാലിയേറ്റീവ് കെയർ എന്ന് പറയുന്നത് സാന്ത്വന ചികിത്സ. അത് ക്യാൻസറിന് മാത്രമല്ല, വളരെ ഗുരുതരമായ അസുഖം ബാധിച്ച് ബെഡ് റിഡനായിട്ട് വീട്ടിൽ രോഗാവസ്ഥയിൽ കിടക്കുന്ന ഏത് രോഗിക്കും കൊടുക്കുന്ന ചികിത്സയാണ് സാന്ത്വന ചികിത്സ. അതായത് മരണശയ്യയോട് അനുബന്ധിച്ചോ അല്ലെങ്കിൽ വയ്യാതെ തളർന്ന് കിടക്കുന്ന ആൾക്കാർക്കൊക്കെ സാന്ത്വന ചികിത്സ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ക്യാൻസറിൽ വളരെ പ്രധാനമാണ്. കാരണം 4ാമത്തെ സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞാൽ പലപ്പോഴും ക്യാൻസറിൽ നമുക്കൊരു ക്യൂറേറ്റീവ് ട്രീറ്റ്മെൻറ്റ്, അതായത് ചികിത്സിച്ച് മാറ്റാവുന്ന സംവിധാനങ്ങൾ പലപ്പോഴും ഉണ്ടാവുന്നില്ല. അപ്പോൾ നമുക്ക് അവരുടെ ജീവിതം പ്രൊലോങ് ചെയ്യാനുള്ള മെഡിസിൻസ്, അവരുടെ പെയിൻ ഉണ്ടെങ്കിൽ, വേദന ഉണ്ടെങ്കിൽ വേദന സംഹാരികൾ കൊടുക്കുക, അവർക്ക് ഛർദി ഉണ്ടെങ്കിൽ ഛർദി വരാതിരിക്കാനുള്ള മെഡിസിൻസ് കൊടുക്കുക, അങ്ങനെയുള്ള പല സാന്ത്വനമായിട്ടുള്ള ചില ചികിത്സാ രീതികൾ മാത്രമേ കൊടുക്കാറുള്ളൂ.
അതോടൊപ്പം തന്നെ അവരുടെ മറ്റുള്ള ബുദ്ധിമുട്ടുകൾ, അതായത് അവരുടെ മാനസിക സമ്മർദ്ദം, അവരുടെ വിഷമങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളും കൂടി നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട്. ഭാഗ്യവശാൽ കേരളത്തിൽ സാന്ത്വന ചികിത്സ വളരെയധികം എന്താ പറയുക പോപ്പുലറാണ്, ആക്സെപ്റ്റൻസ് ഉണ്ട് അതിന്. അത് ലോകത്തിലെ തന്നെ ലോകാരോഗ്യ സംഘടനയുടെ ഒരു അപ്പെക്സ് സെൻ്റർ ആയിട്ടുള്ള സാന്ത്വന ചികിത്സ കോഴിക്കോട് മെഡിക്കൽ കോളേജിനടുത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാലിയേറ്റീവ് മെഡിസിൻ എന്ന് പറഞ്ഞിട്ട്